ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വചനഭാഗങ്ങളാണ് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെ വിശ്വാസമാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. അത് അവരുടെ തന്നെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ആദ്യത്തേത് രക്തസ്രാവക്കാരി സ്ത്രീ, രണ്ടാമത്തേത് ജെയ്റോസും കൂട്ടരും. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ അവൾ വരുമ്പോൾ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതയായിരുന്നുവെന്ന് മാത്രമല്ല, സാമ്പത്തികമായും പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. ചികിത്സകൾ അവളെ ചൂഷണം ചെയ്തിരുന്നു എന്ന ധ്വനിയും ഇവിടെയുണ്ട്. വൈദ്യന്മാരും യേശുവും തമ്മിലുള്ള വ്യത്യാസം സുവിശേഷകൻ ഇവിടെ വ്യക്തമാക്കുന്നു. വൈദ്യന്മാർ വഴി സുഖം പ്രാപിക്കാത്ത അവൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഉടൻ തന്നെ സൗഖ്യമാക്കപ്പെടുന്നു. തുടർന്ന് യേശുവിൻ്റെ ചോദ്യത്തിന് വിറങ്ങലിച്ച് നിന്നുകൊണ്ട് അത് ഞാനാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചു പറയുന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, സമാധാനത്തിൽ നീ പോവുക എന്ന് ക്രിസ്തുവും പറയുന്നു. വിശ്വാസത്തിൻ്റെ അളവുകോലിൽ രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസം ക്രിസ്തു വലുതായി കണ്ടു. അടുത്തതായി ജെയ്റോസിൻ്റെ വിശ്വാസം. ജെയ്റോസിൻ്റെ വിശ്വാസം 2 തലങ്ങളിലായി പരീക്ഷിക്കപ്പെടുന്നു. ജെയ്റോസിൻ്റെ മകളെ കർത്താവ് കൈകൾ വച്ച് സുഖപ്പെടുത്തുമെന്ന് കരുതിയെങ്കിലും അവൾ മരിച്ചതായി അയാൾ പിന്നീട് അറിയുന്നു. കൂടാതെ അവൾ ജീവനിലേക്ക് മടങ്ങി വരുമെന്ന വിശ്വാസമുണ്ടെങ്കിലും അങ്ങനെ വിശ്വസിക്കുവാൻ സന്നദ്ധരാകാത്തവരുടെ നടുവിലാണ് അയാൾ നിൽക്കുന്നത്. യുക്തിയുടെ പിൻബലത്തിലുള്ള ജെയ്റോസിൻ്റെ വിശ്വാസം കലർപ്പില്ലാത്തതും സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ വിശ്വാസമാകാൻ യേശു ആവശ്യപ്പെടുന്നു. വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് അരുൾ ചെയ്തുകൊണ്ട് ആ വീട്ടിലേക്ക് യേശു കടന്നു പോവുകയാണ്. പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ കൂടുന്നുണ്ട്. രൂപാന്തരീകരണ വേളയിലും ഗെത്സമനിയിലും ഇവർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് അലമുറയിടുന്നവരോട് യേശു പറയുന്നുണ്ട്, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന്. പുതിയ നിയമത്തിൽ പൊതുവെ മരണത്തെ ഉറക്കത്തോടുകൂടിയാണ് സാദൃശ്യപ്പെടുത്തുന്നത്. ആ ബാലികയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് യേശു പറഞ്ഞു, തലീത്താക്കും. അങ്ങനെ അത്യുന്നതമായ വിശ്വാസത്തിൻ്റെ 2 അടയാളങ്ങളായി ഇവർ മാറി. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പലപ്പോഴും വിശ്വാസത്തിൻ്റെ തിരുനാളം അണങ്ങി പോകാറുണ്ട്. പലപ്പോഴായി നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടാറുണ്ട്. പഴയ നിയമത്തിലെ അബ്രഹത്തെ പോലെയും പുതിയ നിയമത്തിലെ കുഷ്ഠരോഗികളെ പോലെയും അന്ധയാചകനെ പോലെയും ഇന്നത്തെ സുവിശേഷത്തിലെ രക്തസ്രാവക്കാരി സ്ത്രീയെപ്പോലെയും ജെയ്റോസിനെ പോലെയും നമ്മുടെ വിശ്വാസവും വളർന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിന് നായകനായ ക്രിസ്തു കൂടെയുള്ളപ്പോൾ ഭയം എന്തിനാണ് ഇനി? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.